രാവിലെ തന്നെ നേരം വെളുക്കാണല്ലോ ഈശ്വര. ഒരു സൺഡേ ആയിട്ട് എനിക്കൊരു ഉച്ചവരെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു സൺഡേ വ്ളോഗാണ്. കഴിഞ്ഞ സൺഡേ എൻ്റെ കസിൻ ശ്രേയ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ PGയിലേക്ക്. അപ്പോൾ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്ത ഒരു ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു വ്ളോഗാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനൊരു 10 മണിയായി എണീച്ച് പ്രാർത്ഥന ഒക്കെ ചൊല്ലി. അപ്പോഴത്തേക്കും എനിക്ക് കോൾ വന്നു, ശ്രേയ വിളിച്ചു. അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ച് ഏത് ബസ്സാണ് കയറേണ്ടത് എങ്ങനെയാണ് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എണീച്ച് എൻ്റെ ബോണറ്റ് ഞാൻ റിമൂവ് ചെയ്തപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഗൈസ്, എന്ത് ബ്യൂട്ടിഫുൾ കേൾസ് ആണെന്ന് നോക്കൂ. ഞാൻ കേളി ഹെയർ കെയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞാൻ രാവിലെ എണീച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് ഞാൻ ഫേസ് വാഷ് ചെയ്യുവാണ്. സോ ബിഫോർ ദാറ്റ് ഐ റിമൂവ് മൈ അലൈനേഴ്സ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ വിസിൽ അലൈനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് കേട്ടോ അത്. അപ്പോൾ ഗൈസ്, നിവിയുടെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ജെൻറ്റൽ ഫേസ് വാഷാണ്. അത് ഉപയോഗിച്ച് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിസിലിൻ്റെ അലൈനേഴ്സ് ഞാൻ എൻ്റെ ബോക്സിലേക്ക് എടുത്ത് വെക്കുക. ഞാനത് ആക്ച്വലി നൈറ്റ് മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കാറുള്ളൂ. ആക്ച്വലി അത് 22 hours യൂസ് ചെയ്യണം മിനിമം. ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കുന്നുണ്ട്, അത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ ഗൈസ്. അപ്പോൾ ഞാനത് ഡേ ടൈമിൽ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അത് റിറ്റൈനർ അലൈനേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു ഫുഡ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് എന്തോ ഉപ്പുമാവായിരുന്നു, ഞാനതുകൊണ്ട് കഴിച്ചില്ല. ശ്രേയ വന്നിട്ട് കഴിക്കാമെന്ന്. രാവിലെ എൻ്റെ ഓർഡറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ എടുത്തിട്ടാണ് മുകളിലേക്ക് കയറിപ്പോയത്. വാട്ടർ ബോട്ടിലൊക്കെ നിറച്ച് മുകളിലേക്ക് വന്നപ്പം കുട ഞാൻ തലേന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് ഇവിടെ മഴയായിരുന്നു. അപ്പോൾ ഞാൻ കുടയൊക്കെ എടുത്ത് മടക്കി വെച്ചു. പിന്നെ എൻ്റെ റൂമൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്തു കേട്ടോ. ഫാന് ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പോഴത്തേക്കും ശ്രേയ വന്നു ഗൈസ്. ശ്രേയനെ കാണുന്നുണ്ടോ നിങ്ങൾ? വക്കീൽ കുഞ്ഞാണ്, ഞങ്ങളുടെ സ്വന്തം വക്കീൽ കുഞ്ഞാണ്. അഡ്വക്കേറ്റ് ശ്രേയ PS എത്തിയിരിക്കുകയാണ്. അവൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. നീ എവിടെയാടി? നീ എവിടെയാ? എവിടെയാ സ്ഥലം പറ? കുണ്ടനഹള്ളി ഗേറ്റ്. എന്താ എന്റെ കോലം? ചുന്ദരായിട്ടുണ്ട്. വിശക്കണോ? എവിടുന്നാ വരുന്നേ? ഹെണ്ണൂർ ക്രോസ്. അപ്പം ഞാൻ റെഡി ആവാൻ വേണ്ടി പോവാണ് കേട്ടോ. അവളാണ് എനിക്ക് ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത്. അവളെ പോലെ ട്വിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ബാഗി ജീനും പിന്നെ അതേപോലത്തെ ഒരു ടീഷർട്ടും ഞാൻ എടുത്തിട്ടു. അപ്പം ഞാൻ റെഡി ആവുകയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഗൈസ്, ബാംഗ്ലൂരിലുള്ള മിക്ക PGസിലും എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ശോകമായിരിക്കും. പക്ഷേ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ബഹുത്ത് ശോകമായിരിക്കും ഗൈസ്. അപ്പം ഞാൻ സൺഡേസ് അകത്തുനിന്ന്, അതായത് PGന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, പുറത്തുനിന്നാണ് എപ്പോഴും കഴിക്കുന്നത് സൺഡേ. അപ്പോൾ ഞങ്ങൾ PGക്കാരെയൊക്കെ 1-2 കുറ്റമൊക്കെ പറഞ്ഞ് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ശ്രേയ പറഞ്ഞു, ചേച്ചി റെഡി ആവുക, ഞാൻ വീഡിയോ പിടിക്കാമെന്ന്. അങ്ങനെ അവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. Normalize wearing jeans without ironing. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഉയരമുള്ള മലയിലേക്ക്. ഒരുവിധം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എവിടേക്കോ എന്തൊക്കെയോ ഒരു പാളിച്ച, മുടി അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലല്ലോ. ഡാർക്ക് സർക്കിൾസ് കണ്ടോ ഗൈസ്? ഇൻസൈറ്റിന്റെ ലിപ്സ്റ്റിക് ഇടാം. This will be fine. ലിപ്സ്റ്റിക് ഇട്ടു, എന്നാൽ എന്തൊക്കെയോ മിസ്സിങ് ആണ് ഗൈസ്. ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്തു, ശ്രേയം ചെയ്തു. അപ്പോഴാണ് ശ്രേയ പറഞ്ഞത്, ചേച്ചിക്ക് എന്തോ ഒരു കുറവുണ്ടെന്ന്. ഞാൻ യൂഷ്വലി കണ്ണ് എഴുതാറില്ല, ഞാൻ എപ്പോഴും മസ്കാര മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം മസ്കാര ഇട്ടു. മസ്കാര ഇടുമ്പോൾ ഉള്ള വ്യത്യാസം കണ്ടോ ഗൈസ്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ മസാല ദോശ കഴിക്കാൻ. മസാല ദോശ കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോവുകയാണ്. അതേ ഗൈസ്, ഞങ്ങളിത് 11 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ആശ ടിഫിൻസിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ദോശ കിട്ടുമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ബില്ല് ചെയ്തു. അത് കഴിഞ്ഞത് മസാല ദോശ എത്തി ഗൈസ്. അവൾ ദോശയും ഞാൻ ഇഡ്ഡലിയാണ് പറഞ്ഞത്. എനിക്ക് ദോശ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് എന്തോ അന്ന് ഇഡ്ഡലി കഴിക്കാൻ തോന്നി. ഞാൻ അങ്ങനെ ഇഡ്ഡലി മേടിച്ചു. അവൾ ദോശ കഴിക്കുവാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എന്താ പറയുക, കുറച്ച് ഓയിലി ആയിരുന്നു. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ തെണ്ടാൻ വേണ്ടി പോയത് സ്റ്റാർ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അവിടെ വെസ്റ്റ് സൈഡ് ഉണ്ട്, സുഡിയോ ഉണ്ട്, ബസാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോകാമെന്ന്. അങ്ങനെ വെസ്റ്റ് സൈഡിൽ വന്നു. അത്യാവശ്യം നല്ല കളക്ഷൻസ് മെൻ സൈഡിലുണ്ടായിരുന്നു. ലേഡീസ് കളക്ഷൻസ് വളരെ ശോകമായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ ഇതിലെ കൂടെ ഒക്കെ തിരിഞ്ഞ് നടന്നു. കുറേ ഷോ ഒക്കെ കാണിച്ചു. ആ ഷർട്ടൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതൊക്കെ ഇങ്ങനെ കണ്ടു. അങ്ങനെ നമ്മൾ പറയുകയാണ് ഞങ്ങൾ മാച്ചിങ് ആണെന്ന്. എവിടെ പോയാലും സെൽഫീസ് വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെ മിറർ കണ്ടാലും നമ്മൾ അവിടെ ഫോണും പിടിച്ചുകൊണ്ട് ചെല്ലണം. അതാണ് ഞങ്ങളുടെ ഒരു അത്.
എന്നാ ശ്രേയ ഉദ്ദേശം? ആ എല്ലാം കൂട്ടാ. ഇത് മരക്കുരിശിനപ്പുറം വെക്കാൻ. ആ വെറൈറ്റി ഉണ്ട്. എവിടെ പോയാലും കണ്ണാടി. സ്റ്റുഡിയോ ബൂട്ടി. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇവിടെ ഒന്നും മേടിക്കില്ല എന്ന്. നമ്മളാരും ട്രൂ അല്ല, അപ്പോൾ ബാക്കി കേക്കൊന്നും ട്രൂ അല്ല. ഗൈസ് കുറേ നേരം തെണ്ടിത്തിരുന്നു. ട്രെൻഡ്സ്, വെസ്റ്റ് സൈഡ്, സ്റ്റുഡിയോ ഇതെല്ലാം എൻ്റെ പീച്ചിയുടെ അടുത്തായതുകൊണ്ട് അവിടെയൊക്കെ കൂടെ കയറി നടന്നു. പിന്നെ താങ്ക്ഫുള്ളി നല്ല കളക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളൊന്നും മേടിച്ചില്ല. സെറ്റായില്ല. പിന്നെ എന്തായാലും എന്തോ ഇഷ്ടമായില്ല. എന്തായാലും വിചാരിച്ചു കഴിച്ചിട്ട് കുറച്ച് നേരം പീച്ചിൽ പോയിരുന്നു വല്ല റീൽസ് ഒക്കെ എടുക്കാമെന്ന്. എടുക്കണ്ടോ? റീൽസ് എടുക്കാം. വെറുതെ ഇരുന്നിട്ട് അല്ല, ഒരുമിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാം. കുറച്ച് നേരം കിടന്നുറങ്ങാം. ഇവിടെ കൊണ്ട് എൻ്റെ അസൈൻമെൻ്റ് ഒക്കെ കുറച്ച് എഴുതിപ്പിക്കണം. ആ ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ ഉള്ള വിളിച്ചു വരുത്തിയത്. പിടിക്കാതിരുന്നാൽ മതി. അപ്പോൾ ശ്രേയ എപ്പോഴും എന്നെ ഗില്ലീസ് കൊണ്ടുപോകുന്നത്. പബ്ബ് ഇപ്പോഴാ. ദെൻ നമ്മൾ ട്രൂ കേക്ക്സിലാണ് പോയത്. അവിടെ നല്ല ഡ്രസ് ലച്ചീസും പിന്നെ ചീസ് കേക്കും കിട്ടും. അപ്പോൾ ഞങ്ങൾ അത് തന്നെ ഓർഡർ ചെയ്ത് കഴിക്കുവാണ്. ക്ലാസിക് ഡ്രസ് ലച്ചീസാണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ മാംഗോ ചീസ് കേക്കും. രണ്ടും സെറ്റ് സാധനമായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. എനിക്ക് പണ്ടേ ഡെസേർട്സിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അവൾ അത്ര ഡെസേർട്ട് ഫാൻ അല്ല, പക്ഷെ അവൾക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അങ്ങനെ അതും കഴിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഗൈസ്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്യാനും പറയാനും ഒക്കെ ആയിട്ട്. ജോലി കാര്യങ്ങളും പിന്നെ അവിടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സംസാരിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരെ പീച്ചിലേക്ക് പോവാണ് ഗൈസ്. പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു ഭയങ്കരമായ കാഴ്ച കണ്ടത് ഗൈസ്. ബാംഗ്ലൂരിലെ ട്രാഫിക് കാണിച്ചു തരാം. ഈ ഒരു ട്രാഫിക് 1/4 മണിക്കൂറോളം നീണ്ടു നിൽക്കും കേട്ടോ. മിക്ക സമയങ്ങളിലും ഈ ഒരു റോഡിൽ ഭയങ്കര തിരക്കാണ്. അതൊക്കെ പോട്ടെ, എന്തായാലും നമുക്ക് പീച്ചിലേക്ക് പോകാം. ശ്രേയ, ആർ യു റെഡി? നമ്മൾ പീച്ചിൽ വന്നു. ചോറെടുത്ത് ചിക്കൻ കറിയും പുലാവും നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മളതിപ്പോൾ കഴിക്കും. സോ ബിഫോർ ദാറ്റ് ഐ തോട്ട് നമുക്കൊരു റീൽ എടുക്കാം. സോ മൈ ട്രൈപോഡ് സ്റ്റാൻഡ് ഇസ് റെഡി. ശ്രേയ റെഡി ആകുമ്പോൾ നമ്മളിത് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു 2-3 റീലൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ചെറിയൊരു വിശപ്പൊക്കെ തുടങ്ങി. അങ്ങനെ കഴിച്ചു. ഈ റീലൊക്കെ ഞാൻ പയ്യെ ഇടുന്നതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ മൂവി കണ്ടു ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു മൂവിയൊക്കെ കണ്ടു. ഏതായിട്ട് കണ്ടേ? ഓഫീസർ ഓൺ ഡ്യൂട്ടി. അടിപൊളി മൂവി ആട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളിത് എൻ്റെ ബെഡിൽ ഇങ്ങനെ കിടന്നാണ് കണ്ടത്. സോ ഇപ്പോൾ എന്താ, നമ്മൾ 5:30 മാസിന് മാർത്തള്ളിയിൽ പള്ളിയിൽ പോവാ. പള്ളിയിൽ കുർബാന ഉണ്ടോന്ന് അറിയില്ല. പള്ളി പോണെന്ന് പറഞ്ഞുള്ളൂ. കുർബാന കാണാം. നമുക്ക് പോകാം. പോയിട്ട് വരാം. ശ്രേയ, ശ്രേയ ഏതാണ്ടൊക്കെ വലിച്ചു വരി തിന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ വയറിന്? റൂമിലെത്തിയിട്ട് എന്നോട് പറയണേ. ഇതാണ് നമ്മുടെ കലാമന്ദിർ. വെയിറ്റിംഗ് ഫോർ ദ ബസ്. അടുത്ത പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വരാം. പീജിലേക്കല്ല, പുറത്തെവിടെയെങ്കിലും പോയിട്ട്. Okay, now tell me how was your day? Hennur Cross. It was good. That's all. It was actually good. Okay, അവളുടെ ബസ് വന്നു കഴിയും. ബൈസ് ഗൈസ്, ഈ ബസ്സിന് ചുമ്മാ സീറ്റ് ഉണ്ട് ഗൈസ്. നിന്നാ മതി ഗൈസ്. തിരക്കാന്നും പറഞ്ഞോണ്ട് അവള് പോകുന്നില്ല. എന്നാടി എന്നെ പറഞ്ഞു വിടാൻ എനിക്ക് ഇത്ര ദുർവ്യാ. നീ പോയിട്ട് വേണം എനിക്ക് എന്റെ ഇവിടെ വിളിച്ചു വരുത്തി. എന്തിനാ തിരിച്ചു പോകുന്നില്ലല്ലോ?
സ്പോട്ടിലൊക്കെ പോവാ. സൂക്ഷിച്ചു പോ. ആധാർ കാർഡ് കയ്യിലില്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ ശ്രേയനെ PGയിൽ കൊണ്ടുവിട്ടില്ല, ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ PGയിലെത്തി. അപ്പോൾ അവൾ എത്തുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും. വന്ന് ഫ്രഷായി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും, എന്നിട്ട് കിടന്നുറങ്ങും. ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.